സുരേന്ദ്രൻ പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ മത്സരിച്ച പത്തനംതിട്ടയിൽ മത്സരിക്കാനില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചതാണ്. അവരത് പൂർണ്ണമായിട്ടും സ്വീകരിച്ചു. അതിനിടയിൽ വന്ന വാർത്തകളെല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടികൾ മാത്രമായി. അല്ല, ഇപ്പം നിനക്ക് ശരിക്കും സമാധാനമായത്. ശരി, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്താ ഒരു സമാധാനം കേടെന്താണ്? അല്ല, വയനാട്ടിൽ NDAക്ക് സ്ഥാനാർത്ഥിയായില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കല്ലേ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ NDAക്ക് സ്ഥാനാർത്ഥിയായില്ലേ, അതും സാക്ഷാൽ KS സുരേന്ദ്രൻ. ഇനി വയനാട്ടിൽ മത്സരം ഉണ്ടല്ലോ, തീപോർ. അല്ല, എനിക്ക് അതിൽ ചെറിയൊരു സംശയം. ഈ സുരേന്ദ്രനെ വയനാട്ടിലേക്ക് പോറ്റാനാണോ അതല്ല കൊല്ലാനാണോ പറഞ്ഞു വെച്ചിരിക്കുന്നത് പാർട്ടി? അല്ല, അതെന്താ അങ്ങനെ ഒരു ചോദ്യം? അല്ല, കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നു NDA സ്ഥാനാർത്ഥി. 79,000 വോട്ടിന് ലീഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു മണ്ഡലത്തിലേക്ക് BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞയക്കുമ്പോൾ ഒരു സംശയം. അല്ല, കൊല്ലം 5 കഴിഞ്ഞു. നിങ്ങൾ ഈ നാട്ടിലൊന്നല്ലേ? അവിടെ ആരൊക്കെയാണ് മത്സരിക്കുന്നത്? സാക്ഷാൽ രാഹുൽ ഗാന്ധി, രണ്ടാമത്തെ ആള് മറ്റൊരു ദേശീയ ഫിഗറായ ആനി രാജ. അങ്ങനെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കണമെങ്കിൽ അത്രമാത്രം പ്രബലനായ ഒരാൾ വേണ്ടേ? അതാണ് KS സുരേന്ദ്രൻ. അപ്പോൾ രാഹുൽ ഗാന്ധിനെ അമേഠിയിൽ നേരിടുന്ന സ്മൃതി ഇറാനിന്റെ അതേ പദവിയിലാണ് സുരേന്ദ്രൻ എന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ലാതെ നിങ്ങൾ ചിരിക്കുന്നത്? അങ്ങനെ പോരാടാനാണെങ്കിൽ സുരേന്ദ്രന് തൃശ്ശൂരോ തിരുവനന്തപുരമോ ഒന്നുമില്ല, പത്തനംതിട്ടെങ്കിലും കൊടുക്കേണ്ടില്ലായിരുന്നോ? അല്ല, അവിടെയൊക്കെ സ്ഥാനാർത്ഥിയായില്ലേ? അല്ല, അതിപ്പം നേതൃത്വം പറഞ്ഞാൽ സുരേന്ദ്രൻ മത്സരിക്കേണ്ടി വരില്ലേ? സുരേന്ദ്രൻ ഒരു സംസ്ഥാന പ്രസിഡന്റും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാളൊക്കെ അല്ലേ? നേതൃത്വം പറഞ്ഞാൽ ഉറപ്പായിട്ട് മത്സരിക്കേണ്ടി വരും. രാഹുൽ ഗാന്ധിയെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ സാധിക്കുന്നുവെന്ന് പറയുന്നത് ഒരു BJP പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, രാജ്യം മുഴുവനുള്ള BJP പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുലിനെ നേരിടാൻ വേണ്ടിയിട്ട് സുരേന്ദ്രൻ മത്സരത്തിന് ഇറങ്ങുന്നു എന്നൊക്കെ പറയാം, അത് ശരിയാണ്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴവിടെ വേറെ ചെറിയ പ്രശ്നമുണ്ട്. ഒരു പ്രസീദ് അഴീക്കോട് അവിടെ മത്സരിക്കുന്നുണ്ട്. അവരവിടെ പ്രചരണം തുടങ്ങി. അതേത് പ്രസീദ? റൂമിൽ ഞങ്ങൾ വന്നു, സുരേന്ദ്രൻ വന്നു, ഞങ്ങൾ പാർട്ടിയുടെ ആളുകൾ പുറത്തു നിന്നു. ഇദ്ദേഹത്തോട് 2 മിനിറ്റ് സംസാരിക്കണം, അതായത് CK ജാനുവുമായിട്ട് 2 മിനിറ്റ് സംസാരിക്കണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പുറത്ത് കഴിയുന്നത്. അതിനുശേഷം സുരേന്ദ്രൻ പോയതിന് ശേഷം ഞങ്ങൾ മുറിയിലേക്ക് കടന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം കൈമാറിയ എമൗണ്ട് നോട്ടുകൾ അവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആ കേസ് വീണ്ടും വയനാട്ടിൽ ചർച്ചയാവുന്നുള്ള ഉറപ്പായി? ഉറപ്പല്ലേ, കേസിൽ എന്തായാലും ചർച്ചയാവും. പക്ഷെ ആ കേസ് ഇപ്പം ഒരു അന്തവും കുന്തവും ഇല്ലാത്തൊരവസ്ഥയിൽ തന്നെ ഉള്ളു. അതാണല്ലോ ഇപ്പോൾ കോൺഗ്രസ് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുഴൽപ്പണ കേസിൽ BJPയും സർക്കാരും ഒത്തുകളിച്ചു സുരേന്ദ്രനെ രക്ഷിച്ചു എന്നൊക്കെയാണല്ലോ കോൺഗ്രസിന്റെ ആരോപണം. അല്ല, എന്തായാലും ഇപ്പം വയനാട് അങ്ങ് കളറായി. 3 പുലികളിൽ ഇറങ്ങുന്നേ. ശരിയാണ്, നല്ല ചൂടല്ലേ? പക്ഷെ എന്നാലും വയനാട്ടിൽ അത്ര വരില്ല. അത് ശരിയാ.